സഭാ തർക്കം നിലനിൽക്കുന്ന ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളി സെമിത്തേരിയിൽ യാക്കോബായ കുടുംബത്തിന്റെ കല്ലറയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടയാളുടെ മൃതദേഹം അനുമതിയില്ലാതെ സംസ്കരിച്ചതായി യാക്കോബായ വിഭാഗം കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അരിമ്പൂർ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള കുടുംബ കല്ലറയിൽ കഴിഞ്ഞ ഞായറാഴ്ച നിര്യാതയായ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട പുലിക്കോട്ടിൽ കുഞ്ഞിപ്പൂ ഭാര്യ കുഞ്ഞാണിയുടെ മൃതദേഹം ഓഗസ്റ്റ് 24 സംസ്കരിച്ചതായാണ് പരാതി. നിലവിൽ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ളതായ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, അവിടെ യാക്കോബായ വിഭാഗത്തിന്റെ ഇടവാംഗമായിരിക്കുന്ന അരിമ്പൂർ ടൈറ്റസ് ചേട്ടന്റെ മാതാപിതാക്കളെ 2011 2022 രണ്ട് സമയങ്ങളിൽ അവരുടെ കുടുംബക്കല്ലറയിൽ അടക്കിയിട്ടുണ്ട്. ഈ കുടുംബക്കല്ലറ ആ കുടുംബം 2012 10,000 രൂപ പള്ളിയിൽ അടച്ച് വാങ്ങിയിട്ടുള്ളതാണ്. സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട്, മരണാനന്തര ആവശ്യങ്ങൾക്കായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. എന്നാൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഓർത്തഡോക്സ് വിഭാഗത്തിലെ പുലിക്കോട്ടിൽ കുഞ്ഞപ്പൂവിൻ്റെ ഭാര്യ കുഞ്ഞാണി മരിച്ചപ്പോൾ ആ മൃതശരീരം അനധികൃതമായിട്ട് ഈ അരിമ്പൂർ ടൈറ്റസ് ചേട്ടൻ്റെ കുടുംബക്കല്ലറയിൽ ആ കല്ലറ പൊളിച്ച് അവിടെ അടക്കം ചെയ്തിട്ടുള്ളതായിട്ട് കഴിഞ്ഞ ദിവസം മറ്റൊരു മരണം, തോലത്ത് കുടുംബത്തിൽപ്പെട്ട മറ്റൊരു മരണം ഉണ്ടായപ്പോൾ ആ സെമിത്തേരി തുറന്ന് ഉള്ളിൽ പ്രവേശിച്ചപ്പോഴാണ് കാണുവാനായിട്ട് സാധിച്ചത്. അതിൻ്റെ മറ്റൊരു കാരണമെന്ന് ചോദിച്ചാൽ, സെമിത്തേരിയിലേക്ക് യാക്കോബായ വിഭാഗത്തിന് യാതൊരു കാരണവശാലും ഒരു പ്രവേശനം അനുവദിക്കുന്നില്ല. മരണാവശ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് സെമിത്തേരിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നത്. ആയതുകൊണ്ട് ഇത് അടക്കം ചെയ്തപ്പോൾ ശ്രദ്ധയിൽപ്പെടുവാനായിട്ട് ഇടയായില്ല. മറ്റൊരു യാക്കോബായ വിഭാഗത്തിൻ്റെ അടക്കം വന്നതുകൊണ്ടാണ് സെമിത്തേരിയിൽ പ്രവേശിച്ചപ്പോൾ ഇത് കാണുവാനായിട്ട് സാധ്യമായത്. ഇവിടെ അനധികൃതമായിട്ട് അടക്കിയിരിക്കുന്നതായ മൃതശരീരം അവിടെ നിന്ന് എടുത്തു മാറ്റുകയും അതോടൊപ്പം ആ കല്ലറ ഏതാവശ്യത്തിന് വേണ്ടിയാണോ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ആ കുടുംബത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അവകാശത്തിൽ, പൂർണ്ണമായ ചുമതലയിൽ ആ കല്ലറ തിരികെ നൽകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇടവക അംഗമായിരുന്ന അരിമ്പൂർ പരേതനായ ഫാദർ ജെയിംസ് ഡേവിഡ് കശീഷായുടെയും പള്ളി സെക്രട്ടറി ടൈറ്റസ് ഡേവിഡിന്റെയും മാതാപിതാക്കളായ AV ഡേവിഡിനെയും ലില്ലി ഡേവിഡിനെയും നേരത്തെ സംസ്കരിച്ചിരുന്ന കല്ലറയിലാണ് ബന്ധുക്കളുടെ അനുമതിയോ സമ്മതമോ അല്ലാതെ ഓർത്തഡോക്സ് വിഭാഗം സംസ്കാരം നടത്തിയതെന്ന് കുടുംബാംഗങ്ങളും യാക്കോബായ വിഭാഗം ഭരണസമിതിയും ആരോപിച്ചു. AV ഡേവിഡിനെ 2011 ഫെബ്രുവരി 18 ലില്ലി ഡേവിഡിനെ 2022 ഡിസംബർ 19 ഇവിടെ സംസ്കരിച്ചത്. ബുധനാഴ്ച യാക്കോബായ വിഭാഗത്തിലെ മറ്റു രംഗത്തിന്റെ സംസ്കാര ചടങ്ങിനായി സെമിത്തേരിയിലെത്തിയപ്പോഴാണ് കുടുംബവും പള്ളി ഭാരവാഹികളും കല്ലറയിൽ പുതിയ സംസ്കാരം നടത്തിയ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവത്തിൽ കല്ലറ ഉടമ ഇടവക സെക്രട്ടറിയുമായ ടൈറ്റസ് ഡേവിഡ് ബുധനാഴ്ച ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ SHOക്ക് പരാതി നൽകി. ആഗസ്റ്റ് 15 യാക്കോബായ വിഭാഗത്തിൽ മരണപ്പെട്ട മറ്റു രംഗത്തിന്റെ സംസ്കാരത്തിന് സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് സെമിത്തേരിയിലെത്തിയപ്പോൾ കല്ലറയ്ക്ക് മുൻവശം കുരിശുണ്ടായിരുന്നതായും മനഃപൂർവ്വം കുടുംബത്തെ അവഹേളിക്കാനുമാണ് ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിത പ്രവർത്തനം നടത്തുന്നതെന്ന് സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് പറഞ്ഞു. അച്ഛനെയും എന്റെ കുടുംബത്തെ അപമാനിക്കുക എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിന്റെ അകത്ത് മറ്റൊരു കാര്യം അത് വൈരാഗ്യം തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇത് മാത്രം ഉണ്ടായിട്ടുള്ളത്. അവർക്ക് അവരെ ട്രസ്റ്റ് കാണിച്ചു കൊടുത്തു, അപ്പുറത്ത് വെച്ചോ എന്ന് പറഞ്ഞ് സ്ഥലം കാണിച്ചു കൊടുത്തു. മാത്രമല്ല അവിടെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവര് ഈ ബോഡി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം അതിന് കളിയാക്കുന്ന രീതിയിലാണ് അവർ അത് ചെയ്തിരിക്കുന്നത്. എന്നെ എൻ്റെ കുടുംബത്തെ, അച്ഛൻ്റെ ഫാമിലിയെ മൊത്തം കളിയാക്കുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. കല്ലറ തുറന്ന് മൃതദേഹം സംസ്കരിക്കുന്നതിനിടെ അഴുകിയ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നതായി കുടിയെടുത്ത തൊഴിലാളി പോലീസിന് മൊഴി നൽകിയതായും ഇക്കാര്യം ഓർത്തഡോക്സ് വിഭാഗത്തിലെ ക്രൈസ്താനിമാരിൽ ഒരാളെ അറിയിച്ചിരുന്നതായും എന്നാൽ മറ്റൊരു ക്രൈസ്താനിയും പരേതയുടെ ഭർത്താവുമായ പുലിക്കോട്ടിൽ കുഞ്ഞിപ്പൂവും ചേർന്ന് വൈദികന്റെ മാതാപിതാക്കളുടെ കല്ലറയിൽ തന്നെ സംസ്കാരം നടത്താൻ തൊഴിലാളിയോട് നിർബന്ധിച്ചതായും യാക്കോബായ വിഭാഗം ആരോപിച്ചു. ടൈറ്റസ് ഡേവിഡ് ഇടവകയുടെ ആചാരപ്രകാരം 10,000 രൂപ നൽകി മരണാന്തരം സംസ്കാരം നടത്തുന്നതിന് 2012 കുടുംബ കല്ലറയ്ക്കായി വാങ്ങിയിട്ടുള്ളതാണ്. ടൈറ്റസ് ചേട്ടന്റെ പിതാവ് ഡേവിഡ് എന്ന് പറയുന്ന ആള് AV ഡേവിഡ്, അല്ലെങ്കിൽ യാക്കോബായ സഭയിലെ ചാലിശ്ശേരി പള്ളിയുടെ മുൻ വികാരിയായിരുന്ന ജെയിംസ് അച്ഛന്റെ അപ്പനാണ് ഡേവിഡ് ഏട്ടൻ. അദ്ദേഹം മരിച്ച സമയത്ത് ഈ കല്ലറ 10,000 രൂപ കൊടുത്ത് ആ കുടുംബക്കല്ലറയായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ആ കുടുംബക്കല്ലറയായിട്ട് വാങ്ങിയതിൻ്റെ തെളിവ് ഈ പള്ളിയിലെ ശവമടക്കം സംബന്ധിച്ചുള്ള രജിസ്റ്ററിൽ ഉള്ളതാണ്.
അത് വാങ്ങിയിരിക്കുന്നത് 12/2/2012 ആണ് ആ കല്ലറ ഈ കുടുംബം 10,000 രൂപ പള്ളിയിൽ അടച്ച് വാങ്ങിയിരിക്കുന്നത്. അതിൻ്റെ അന്ന് കൊടുത്ത രസീതിന്റെ നമ്പർ 15 എന്നുള്ളതാണ്. കല്ലറയിലെ നിലവിലെ അവസ്ഥയുടെ ചിത്രങ്ങളും വീഡിയോകളും പോലീസ് ശേഖരിക്കണമെന്നും കുടുംബത്തിന് അനുമതിയില്ലാതെ തുടർ സംസ്കാരങ്ങളോ കല്ലറയിൽ മാറ്റങ്ങളോ ഉണ്ടാകുന്നത് തടയാൻ നടപടി സ്വീകരിക്കണമെന്നും ഇടവക ആവശ്യപ്പെട്ടു. കുടുംബ കല്ലറയുമായി ബന്ധപ്പെട്ട് അനധികൃത പ്രവേശനം, ഭീഷണിപ്പെടുത്തൽ, രേഖകളിൽ കൃത്രിമം തുടങ്ങിയ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും 2020 സെമിത്തേരി നിയമത്തിന്റെയും ബന്ധപ്പെട്ട കോടതി ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നും നിലവിലെ കല്ലറയിലെ ഓർത്തഡോക്സ് വിഭാഗം വയോധികരുടെ മൃതശരീരം മറ്റൊരിടത്തേക്ക് മാറ്റി അരിമ്പൂർ കുടുംബ കല്ലറ പഴയ രീതിയിൽ നിലനിർത്തണമെന്നും യാക്കോബായ വിഭാഗം ആവശ്യപ്പെട്ടു. 2017 യാക്കോബായ വിഭാഗത്തിൽപ്പെട്ട പരേതയായ കൊരട്ടിക്കര സ്വദേശി ചെറുവത്തൂർ ജോൺസന്റെ കുടുംബ കല്ലറ പൊളിച്ചു നീക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലും കുടുംബം നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. 2018 പരേതന്റെ മക്കൾ കുടുംബ കല്ലറയ്ക്കായി വാങ്ങിയ സ്ഥലത്തുണ്ടായിരുന്ന കല്ലറയാണ് പിന്നീട് പൊളിച്ചു നീക്കിയതെന്ന് ആരോപിച്ച് പരേതന്റെ ഭാര്യ 2023 നവകേരള സദസ്സിലും മകൻ ജോബി 2024 ഏപ്രിൽ ഓർത്തഡോക്സ് വിഭാഗത്തിലെ 3 പേർക്കെതിരെ ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. 2020 ഓഗസ്റ്റ് 20 മഹാഭൂരിപക്ഷം വരുന്ന യാക്കോബായ വിശ്വാസികളെ പുറത്താക്കി ഓർത്തഡോക്സ് വിഭാഗം പള്ളി പിടിച്ചതിന് പിന്നാലെയാണ് സെമിത്തേരിയിൽ ഇരുമ്പുവേലി കെട്ടി പ്രവേശനം നിഷേധിക്കുന്നത്. കൂടാതെ കല്ലറകളിലെ മുൻവശത്ത് വയ്ക്കുന്ന കുരിശുകൾ നീക്കം ചെയ്യുന്നതായും യാക്കോബായ വിഭാഗം ആരോപിച്ചു. കഴിഞ്ഞ 5 വർഷമായി യാക്കോബായ വിശ്വാസികൾക്ക് പൂർവികരുടെ കല്ലറകളിൽ നേരിട്ടെത്തി പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ചാലിശ്ശേരിയുള്ളതെന്നും മറ്റ് ഇടവകങ്ങളുടെ സംസ്കാര ചടങ്ങുകളനുബന്ധിച്ചാണ് വിശ്വാസികൾ പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കുന്നത്. സഭാ തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനത്തെ മറ്റു പള്ളികളിലെ സെമിത്തേരികളിൽ വിശ്വാസികൾക്ക് പൂർവികരുടെ കല്ലറകളിലെത്തി പ്രാർത്ഥിക്കുന്നത് തടസ്സമില്ല. എന്നാൽ ചാലിശ്ശേരിയിൽ മാത്രമാണ് പ്രവേശനം തടയുന്നത്. കല്ലറയിലെ മൃതദേഹം മാറ്റിയ സംഭവത്തിൽ ഇടവക വ്യാഴാഴ്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, MLA, MP, ജില്ലാ കളക്ടർ, റവന്യൂ ഉദ്യോഗസ്ഥർ, ജില്ലാ പോലീസ് മേധാവി, വില്ലേജ് ഓഫീസർ എന്നിവർക്കും പരാതി നൽകിയതായി പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ പങ്കെടുത്തു.